എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയശ്രീ കിഷോർ. പതിവ് പോലെ തന്നെ ഞാൻ ഇന്നൊരു ചെറിയ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത്ഭുതമില്ലല്ലോ അല്ലേ? എന്നും ഞാൻ കഥകളുമായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചാൽ മധുമതി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കുറിച്ചാണ് ഇന്നത്തെ കഥ. അവർ വളരെ നല്ല സ്ത്രീയാണ് കേട്ടോ. കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണ്, സുന്ദരിയാണ്. അവർ വീട്ടിലെ ജോലികൾ എടുക്കും, എന്താ പറയുക, നന്നായി മധുരമായിട്ട് പാടും. അങ്ങനെ ഒരുപാട് കഴിവുകൾ ആ സ്ത്രീക്കുണ്ട്. പക്ഷെ എന്താണോ അറിയോ പ്രശ്നം? അവർക്കൊരു മാനസിക രോഗമുണ്ട്. എന്താണ് അവരുടെ മാനസിക രോഗം? അവരുടെ മാനസിക രോഗം, അവരുടെ വിചാരം അവരൊരു എലിയാണ് എന്നാണ്. അപ്പം എന്താ, ജോലിക്കിടയിൽ ഒരു പൂച്ചയെ കണ്ടാൽ പേടിച്ചു വീട്ടിനുള്ളിൽ കയറി വാതിലടയ്ക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലിക്കിടയിൽ പൂച്ചയെ കാണാൻ വയ്യ, വേറെ എന്തെങ്കിലും പട്ടിയെ കാണാൻ വയ്യ. കാരണം അവരുടെ വിചാരം ഒരു എലിയാണ് എന്നാണ്. അപ്പം അങ്ങനെ വന്ന സമയത്ത് എന്തുണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടായി, വീട്ടിൽ ബാക്കിയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായി. കാരണം ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇവർ എലിയാണ്. ഇവർക്ക് എപ്പോഴും ഇവർ പറയണത് ഇവർ എലിയാണ്. ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ വീട്ടിലും ബുദ്ധിമുട്ടാവുമല്ലോ ഇങ്ങനൊരു പ്രശ്നം ഒരു സ്ത്രീക്ക് വരുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്തു? എല്ലാവരും കൂടി, വീട്ടുകാരൊക്കെ കൂടി തീരുമാനിച്ചു ഇവരെ ഒരു നല്ല സൈക്യാട്രിസ്റ്റിനെ കാണിക്കാം. അതാണല്ലോ അല്ലേ മാർഗം. അങ്ങനെ ഇവരെല്ലാവരും കൂടി അവിടെയുള്ള ഒരു നല്ല സൈക്യാട്രിസ്റ്റിനെ തേടി പിടിച്ച് അവിടെ കൊണ്ടുപോയി അവരെ കാണിച്ചു. അവരെ കാണിച്ച് ഈ സൈക്യാട്രിസ്റ്റ് ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം ഒരു സിറ്റിംഗ് ഒന്നുമല്ല, ഒരു 6-7 മാസത്തെ അധ്വാനമായിരുന്നു ആ സൈക്യാട്രിസ്റ്റിൻ്റെ. എന്നും ഇവരെ കണ്ണാടിയിൽ കാണിച്ചു കൊടുക്കും, ഇപ്പുറത്തെ ഒരു എലിയുടെ ഫോട്ടോ വയ്ക്കും. എന്നിട്ട് അവർ പറയും, നോക്കൂ, നിങ്ങൾ ഇങ്ങനെയാണോ ഇരിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ, എലിക്ക് വാലുണ്ട്, എലിയുടെ ചുണ്ടുകളൊക്കെ അങ്ങനെ കൂർത്ത ചുണ്ടാണ്, ചെവി രണ്ടും ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ എലിയല്ല, നിങ്ങളാ നോക്കൂ, നിങ്ങളും എലിയും ഒരുപോലെയാണോ ഇരിക്കുന്നത്? അങ്ങനെ പറഞ്ഞ് ഇവർക്ക് കുറേശ്ശെ മരുന്നുകളുമൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു 5-8 മാസത്തെ അധ്വാനത്തിന് ശേഷം ഒരു ദിവസം ഈ സ്ത്രീ പറഞ്ഞു, ഓ ഡോക്ടറെ, എനിക്കിപ്പോൾ തീരുമാനമായി, ഞാനൊരു എലിയല്ല എന്നുള്ളത് എനിക്കിപ്പോൾ തീരുമാനമായി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഡോക്ടറെ. ഡോക്ടർ എനിക്കിങ്ങനെ ഒരു സൂക്കേട് എനിക്ക് മാറ്റി തന്നൂല്ലോ. ഇപ്പം എൻ്റെ ആ ഒരു വിചാരം പോയി, ഞാൻ എലിയല്ല. ഡോക്ടർക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഈ സൈക്കാട്രി, മാനസിക രോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് പൊതുവേ പേഷ്യൻസ് ഒന്നും അങ്ങനെ മുഴുവൻ ശരിയാവുന്നവർ ഇല്ല. കുറച്ചു കാലമൊക്കെ ഇങ്ങനെ പോവും, പിന്നെയും ഇവർ ഇതേ രോഗമായിട്ട് വീണ്ടും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈക്യാട്രിസ്റ്റിന് ഭയങ്കര സന്തോഷമായി. ഇവർക്ക് ഓരോ പേഷ്യൻറ്റിനെങ്കിലും മനസ്സിലായല്ലോ, അവർ എലിയല്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഈ സ്ത്രീ ഡോക്ടറോട് നന്ദിയൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ എന്ത് ചെയ്തു? വേഗം പുറത്തേക്ക്, ശരി ഡോക്ടറെ, പിന്നെ കാണാം എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ദൂരം പോയ ഈ സ്ത്രീൻ്റെ ഓടിക്കളിച്ച് ഡോക്ടറുടെ റൂമിലേക്ക് വരുന്നു. എന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, അയ്യോ ഡോക്ടറെ, ചതിച്ചു, അവിടെ ഒരു പൂച്ച നിൽക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളെന്തിനാ പേടിക്കണേ? നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ എലിയല്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കണേ? അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഡോക്ടറെ, എനിക്കത് മനസ്സിലായി, ഞാൻ എലിയല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ ആ പൂച്ചയ്ക്ക് മനസ്സിലായിട്ടില്ലല്ലോ. പൂച്ചയുടെ വിചാരം ഞാൻ എലിയാന്നല്ലേ, പൂച്ചയ്ക്ക് മനസ്സിലായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതുപോലെയാണ് അത്രേ നമ്മളെല്ലാവരും. നമ്മളും സത്യത്തിൽ അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് പലതും, അല്ലേ? നമ്മളെന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? നമ്മളുടെ ഈ ശരീരമാണ് ഞാൻ, അല്ലേ? എൻ്റെ അമ്മ, ചില സ്ഥലത്ത് ഞാൻ അമ്മയാണ്, മകളാണ്, അച്ഛനാണ്, അമ്മയാണ്, ഭാര്യയാണ്, അമ്മാമനാണ്, മരുമകനാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട്, അല്ലേ? എന്നാൽ നമ്മൾ ഈ കാണുന്ന ശരീരമാണോ? നമ്മൾ ഈ കാണുന്ന ശരീരമല്ലല്ലോ, അല്ലേ? അതിനും അപ്പുറത്തേക്ക് എന്താണ് നമ്മൾ ആത്മാവാണ്. ഇനി എന്താണ് ആത്മാവ്? ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സൽ പവർ എന്ന് വേണമെങ്കിൽ പറയാം. ഈശ്വരനെ വിശ്വസിക്കുന്നവർക്ക് അത് ഈശ്വരനാണെന്ന് പറയാം, എന്ത് വേണമെങ്കിൽ പറയാം. നമ്മളിൽ കൂടി പ്രവർത്തിക്കുന്നത് എന്തോ ആയിക്കോട്ടെ, അതായത് ദൈവമായിക്കോട്ടെ, അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം. അല്ല, ഈ യൂണിവേഴ്സൽ പവറാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് ആ യൂണിവേഴ്സൽ പവറിനെ വിശ്വസിക്കാം.
എന്തായാലും അതാണ് നമ്മൾ, അല്ലേ? അതായത് നമ്മൾ ഒന്നുകിൽ ഈശ്വരനെ വിശ്വസിക്കുന്നവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ തന്നെ ഒരംശമാണ്, അല്ലേ? ദൈവത്തിൻ്റെ തന്നെ ഒരംശമാണ് നമ്മൾ. ഇനി അതല്ല, ഈ നേച്ചറാണ്, ഈ യൂണിവേഴ്സാണ് ശരി എന്ന് പറയുന്നവർക്കാണെങ്കിലോ നമ്മൾ ഈ യൂണിവേഴ്സൽ പവറിൻ്റെ ഒരംശമാണ് നമ്മൾ. അപ്പം നമ്മൾ എന്താണ്? നമ്മൾ ആത്മാവാണ്. ഈ ആത്മാവ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഈശ്വരനെ അങ്ങനെ വിചാരിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സൽ പവറാണെന്ന് വിചാരിക്കാം, എന്ത് വേണമെങ്കിലും വിചാരിക്കാം. അപ്പോൾ എന്താണ്? ആ യൂണിവേഴ്സൽ പവറിൻ്റെ ശക്തി ആരിൽ വേണം? നമ്മളിലും വേണം. നമ്മൾ ഇതൊന്നുമല്ല, ഇതിനപ്പുറത്തേക്ക് നമ്മൾക്ക് വേറൊന്നുണ്ട്, അല്ലേ? അതായത് പ്യുവർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ശുദ്ധബോധം ഒരിക്കലും ഈ ശരീരം നശിക്കുന്നതോടുകൂടി നശിക്കുന്നില്ല. ആ യൂണിവേഴ്സൽ പവർ, അല്ലെങ്കിൽ ആ ദൈവികമായ തത്വം, അല്ലെങ്കിൽ ആത്മാ, അതെന്താണ്? അത് നമ്മളിൽ നിന്ന് റിലീസാവുന്നേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ഈ ശരീരം നമ്മളല്ല. അപ്പോൾ എന്ത് വേണം? നമ്മൾ നമ്മുടെ എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാം, നമ്മൾ നമ്മുടെ വ്യാവഹാരിക ജീവിതത്തിൽ വളരെ മനോഹരമായിട്ട് അഭിനയിക്കാം. പക്ഷെ ഇതൊന്നും തന്നെ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് മനസ്സിനെ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ അതിനെ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. മനസ്സ് എന്ന് പറയുന്നത് എന്താണ്? മനസ്സ് നമ്മുടെ ചിന്തകളുടെ ഒരു കളക്ഷൻ ഓഫ് തോട്ട്സ് ആണ്, ഒരുപാട് വിചാരങ്ങളാണ്. മനസ്സ് നമ്മളോട് ഒരിക്കലും സത്യം പറയില്ല. കാരണം രാവിലെ എണീക്കുമ്പോൾ മനസ്സ് പറയണേ, ഓ ഇന്ന് വയ്യ എന്ന് തോന്നിയാലോ അന്നത്തെ ദിവസം മുഴുവൻ വയ്യ. നേരെ മറിച്ച് എനർജറ്റിക് ആയിട്ട് ചാടി എണീറ്റാലോ, ഓ ഇന്നത്തെ ദിവസം എനിക്ക് പല കാര്യങ്ങളുണ്ട് ചെയ്യാൻ. നമുക്ക് പലതും ചെയ്യാൻ പറ്റും, നമ്മൾ വിചാരിക്കുന്നതെല്ലാം ചെയ്യാൻ പറ്റും. എല്ലാ മനുഷ്യർക്കും ഈ ലോകത്ത് എന്താ, ഈ 24 മണിക്കൂറേ ഉള്ളൂ, അല്ലേ? ഈ ശരീരത്തിന് അത് ആ നേരമല്ലേ നമുക്കുള്ളത്. ഇനി അടുത്ത 24 മണിക്കൂറിന് നമ്മളുണ്ടോയെന്ന് നമുക്കറിയില്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ എന്താ, നമ്മുടെ പ്യുവർ കോൺഷ്യസ്നെസ്, നമ്മുടെ ശുദ്ധബോധം, നമ്മുടെ ആത്മ, അത് ഉണ്ട്. അത് എന്നും ഉണ്ട്, ഇന്നുണ്ട്, നാളെയും ഉണ്ട്, മറ്റന്നാളും ഉണ്ട്, എന്നുണ്ട്, ഇന്നലെയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു മാറ്റമില്ല. ഈ ചെറിയ തത്വമാണ് ഈ മധുമതിയുടെ കഥയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും നമസ്കാരം.